അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ അറസ്റ്റിലായ കോന്നി മുൻ MLA മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാർ കേവലം കുറ്റാരോപിതൻ മാത്രമാണെന്നും കുറ്റാരോപിതർക്കെതിരെ പാർട്ടി നടപടിയെടുക്കില്ല എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. കുറ്റം കോടതിയിൽ തെളിയട്ടെ എന്നാണ് ഗോവിന്ദന്റെ വാദം. ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെന്നും അതിൽ മന്ത്രി എന്ന നിലയിൽ തന്റെ മുന്നിൽ ഒരു ഫയലും വന്നിട്ടില്ല എന്നുമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറയുന്നത്. എന്നാൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് ദേവസ്വം മന്ത്രിക്കാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് A. പത്മകുമാർ മൊഴി നൽകിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പത്മകുമാറിന് പിന്നാലെ കടകംപള്ളിയും കുടുങ്ങുമോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് D. സുരേഷ് കുമാർ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, VHP പ്രതിനിധി VR രാജശേഖർ. അതിനു മുമ്പ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളുമായി സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നേരിടുന്നു. സിജോ, പത്മകുമാർ എന്ത് മൊഴിയാണ് നൽകിയത് കടകംപള്ളിയെക്കുറിച്ച്? മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ A. പത്മകുമാർ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ആ കാര്യം മൊഴിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇത്തരത്തിൽ ഒരു അപേക്ഷ വരുന്നത് സർക്കാരിനാണ് വരുന്നത്. സർക്കാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഉദ്ദേശിക്കാം ഈ ദേവസ്വം വകുപ്പൊക്കെ വരുന്ന എന്ന നിലയിൽ ദേവസ്വം ബോർഡൊക്കെ വരുന്ന നിലയിൽ ദേവസ്വം വകുപ്പിന് തന്നെയാണ് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള അപേക്ഷ വരിക. അങ്ങനെ ദേവസ്വം വകുപ്പിൽ വന്ന ഒരു അപേക്ഷ അത് ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫോർവേഡ് ചെയ്ത് വരുന്നു, താൻ ഉദ്യോഗസ്ഥർക്ക് അത് ലഭിക്കുന്നു. ഉദ്യോഗസ്ഥർ അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ ഇടപാടുകളെക്കുറിച്ചോ താൻ അറിഞ്ഞിരുന്നില്ല. ഇതൊരു കൊള്ളയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും താൻ അതിൽ നിന്ന് ഒരു കാരണവശാലും ഇത് കൊടുത്തു വിടാൻ വേണ്ടി നടപടികൾ ദേവസ്വം വകുപ്പിന് നൽകിയ അപേക്ഷ ഫോർവേഡ് ചെയ്ത് ദേവസ്വം ബോർഡിലേക്ക് വരുന്നു എന്നാണോ പത്മകുമാർ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് ആദ്യം എൻ്റെ പക്കലോട്ടല്ല എത്തുന്നത്, ദേവസ്വം വകുപ്പിന് വന്നിരിക്കും. സർക്കാരിന് എന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത്. സ്വാഭാവികമായി ഞാൻ പറയുന്നത് ഈ ദേവസ്വം ബോർഡിന് കൊണ്ടുപോകേണ്ട, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിന് കൊടുക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിനാണ് സ്വാഭാവികമായിട്ടും വരിക. അത് ഫോർവേഡ് ചെയ്ത് ഇവർക്ക് ദേവസ്വം ബോർഡിന് ലഭിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചത് ഉദ്യോഗസ്ഥരാണ്. അവർ ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ പങ്കോ അറിവോ ഉണ്ടായിരുന്നില്ല. ഇതൊരു കൊള്ളയാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല, അറിഞ്ഞിരുന്നില്ല. അങ്ങനെ നടന്നിരുന്നു എന്ന് തോന്നിയിരുന്നെങ്കിൽ അത് താൻ ഫോർവേഡ് ചെയ്യില്ല, തുടർ നടപടികൾക്ക് ഫോർവേഡ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇപ്പോൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് താൻ ഈ ഫയൽ കണ്ടിട്ടില്ല, തൻ്റെ അടുത്ത് വന്നിട്ടില്ല, തന്നോട് ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദേവസ്വം വകുപ്പിലോട്ട് വരുന്ന എല്ലാ ഫയലുകളും മന്ത്രി കാണണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നതിന് നമുക്ക് ഈ വരുന്ന ദിവസങ്ങൾ അറിയാൻ പറ്റും ഇതിൽ എന്ത് നടപടികൾ ഉണ്ടായി. പക്ഷേ സിജോ പത്മകുമാർ ഇതൊരു പുതിയ കാര്യമായി പത്മകുമാർ വെളിപ്പെടുത്തുന്ന ഒരു പുതിയ കാര്യമാണ്. നമുക്കറിയാം, ദേവസ്വം വിജിലൻസ് ഇതേക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ദേവസ്വം ബോർഡിന്റെ സ്കാനറിൽ ഒരിടത്തും പോറ്റി ദേവസ്വം വകുപ്പിന് നൽകിയ അപേക്ഷ വന്നിട്ടില്ല. അപ്പോൾ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുമോ? അതായത് ദേവസ്വം വിജിലൻസ് ഓൾറെഡി ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവിടെ ഇതേപ്പറ്റിയുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ വിശദമാക്കിയിട്ടുണ്ട്, മിനിറ്റ്സ് പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വകുപ്പിന് നൽകിയെന്ന് പറയുന്ന അപേക്ഷ ദേവസ്വം വിജിലൻസിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാണ്. ദേവസ്വം വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകളെ കുറിച്ചാണ്. അവർ പരിശോധിച്ചത് ആരാണ് ഈ രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്, സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ആരാണ്, അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചത് ആരാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ വരുന്നത്. മുരാരി ബാബു ഇത്തരത്തിൽ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടി അതിന്റെ ഉത്തരവ് ഇത്തരത്തിൽ തിരിമറി വരുത്തുന്നത്, അല്ലെങ്കിൽ ആ രേഖകളില്ല മാറ്റം വരുത്തുന്നത് പറയുന്നത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ്. അതിനുശേഷം ഈ സ്ഥലത്ത് ഉണ്ടാകേണ്ടിയിരുന്ന തിരുവാഭരണ കമ്മീഷണർമാരുണ്ട്, അവരുടെ ഭാഗത്തു നിന്നൊക്കെ അവർ ഉണ്ടായിരുന്നത് പോലും ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവരുമ്പോൾ തൂക്കം നോക്കിയിരുന്നില്ല. അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിരിക്കുന്ന നടപടിക്രമങ്ങളും അതിന്റെ വീഴ്ചകളും എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഈ കട്ടളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് അന്ന് പ്രതി ചേർത്തിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് A. പത്മകുമാറിന്റെ പേരെടുത്ത് പ്രതി ചേർത്തിരുന്നില്ല. 8ാം പ്രതിയായി അന്നത്തെ അംഗങ്ങളെയാണ് പ്രതി ചേർക്കുകയും
ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് അന്ന് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ആ പ്രാഥമിക റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസിന്റെ ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് 2 FIRകൾ പ്രത്യേക അന്വേഷണ സംഘം എടുക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണവുമായി SIT മുന്നോട്ട് പോകുന്നത്. എന്തായാലും സ്വാഭാവികമായ ഒരു കാര്യം ഉറപ്പാണ്, ഇത് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്ന തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മൊഴിയതിന് അപ്പുറത്തേക്ക് ഇതിനു മുമ്പ് പത്മകുമാർ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന് മുന്നിൽ ഇങ്ങനെ ഒരു അപേക്ഷ വന്നിരുന്നുവെന്ന് പത്മകുമാർ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞതായാണ് എനിക്ക് തോന്നുന്നത്. അത് തുടക്കത്തിലാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും SITയോട് ഇത്തരത്തിലുള്ള ഒരു മൊഴി പത്മകുമാർ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണ് ഒരു മൊഴി പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിജേഷ് അരവിന്ദ്, നേരത്തെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയുന്നുണ്ട്. താൻ ഈ സ്വർണം മോഷ്ടിച്ച് ഏതോ ഒരു സമ്പന്നന് വിറ്റു, അതൊരു സ്ഥലത്തുണ്ട്, അതെവിടെയുണ്ട് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. ഞാൻ അദ്ദേഹത്തിനെതിരെ സിവിൽ കേസ് കൊടുത്തിട്ടുണ്ട്, മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇത്രയും നിർണായകമായ വിവരം പ്രതിപക്ഷ നേതാവിന് അറിയാമെങ്കിൽ അത് ഈ അന്വേഷണ സംഘത്തിന് കൈമാറിക്കൂടെ? പറയാറായിട്ടില്ലല്ലോ. അന്വേഷണ സംഘമുണ്ട്, തെളിവുകൾ എടുക്കുന്നുണ്ട്. നമ്മൾക്കൊക്കെ അറിയാം ജിംസ, ഈ ചർച്ച തുടങ്ങിയ കാലത്ത് CPMന്റെ പ്രതിനിധികൾ വന്ന് പറഞ്ഞത് ഏതോ ഒരു പോറ്റി ഇതിനകത്ത് കയറിക്കൂടി. അന്ന് പറഞ്ഞത് കോൺഗ്രസിലേക്കായിരുന്നു. കോൺഗ്രസിന്റെ കാലത്താണ് പോറ്റി വന്നത് എന്നൊക്കെ പറഞ്ഞു. അന്ന് പിന്നീട് വന്നു അടുത്ത ചർച്ചയിൽ, അടുത്ത ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരിലേക്ക് വന്നു. അന്നും പറഞ്ഞു ദേവസ്വം ബോർഡിന് പങ്കില്ല, പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി പ്രവർത്തകർക്ക് പങ്കില്ല, പാർട്ടി നേതാക്കന്മാർക്ക് പങ്കില്ല. വാസുവിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു വാസുവുണ്ട്, അതിനപ്പുറത്തേക്കില്ല. ഇപ്പോൾ പത്മകുമാറും വന്നു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ന് വന്ന വാർത്ത ശരിയാകുമ്പോൾ അത് കടകംപള്ളിയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നു ഇതൊന്നും പാർട്ടിയല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല. എന്താണ് പാർട്ടി? 42 കൊല്ലമായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു മനുഷ്യരെ പിടിച്ച് അകത്താക്കിയാൽ ഇതും പാർട്ടിയല്ല എന്ന് പറയുമ്പോൾ എന്താണ് പാർട്ടി? എന്താ മോസ്കോയിൽ ഉണ്ടാക്കിയ പുസ്തകം മാത്രമാണ് പാർട്ടി? ഈ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ പാർട്ടി അംഗം മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ വരെയുള്ള ആളുകൾ കൂടിച്ചേർന്നതിൻ്റെ പേരാണ് പാർട്ടി. ആ പാർട്ടിക്കകത്താണ് മോഷണത്തിൻ്റെ കഥകൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ഈ പാർട്ടിക്കകത്താണ്. പിന്നെ നമ്മളൊക്കെ മറന്നുപോകുന്ന ഒരു പങ്ക് അത് മിസ്റ്റർ പിണറായി വിജയൻ്റെതാണ്. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. എനിക്ക് പോയി കാണാം അദ്ദേഹത്തെ, ഒരു സംശയമില്ല. എന്നെ പാർട്ടിയിലെ മണ്ഡലം പ്രസിഡന്റ് പോയി കാണാം, ബൂത്ത് പ്രസിഡന്റ് പോയി കാണാം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ കെൽപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യമുള്ള ആളുകൾ അത് കേരളത്തിൽ വളരെ കുറച്ച് പേരാ. ആ ആളുകളിൽപ്പെട്ട ആളാണ് വാസു, അതിൽപ്പെട്ട ആളാണ് പത്മകുമാർ. ദേവസ്വം മന്ത്രിക്ക് പോലും റിപ്പോർട്ട് ചെയ്യാതെ നേരിട്ട് പിണറായി വിജയന്റെ ആഫീസകത്തേക്ക് കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള പത്മകുമാർ 42 കൊല്ലമായി ജില്ലാ കമ്മിറ്റി അംഗമായ, സെക്രട്ടേറിയറ്റ് അംഗമായ, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ, DYFI പ്രസിഡന്റായ എന്ന് 2 തവണ MLA ആയ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടേണ്ടത്? അത് കേരളത്തിലെ ഭരണ സംവിധാനത്തിലേക്കാണ്, മുഖ്യമന്ത്രിയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ നമ്മളെപ്പോഴും പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തോ ഒരു അതീതനായ മനുഷ്യനാണ്, അയാൾക്ക് ഇതിലൊന്നും പങ്കില്ല, അയാളുടെ മക്കളിലെ കാര്യത്തിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അതിനെ വകവെച്ച് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പോകുന്നത് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിനകത്തേക്കാണ്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFIO കേസ് വന്നു, അപ്പോഴും പറഞ്ഞേ അതല്ല, കേസില്ല. മാസപ്പടി കേസ് വന്നു, മകനെതിരെ ED സമൻസ് മുഖ്യ കേസ് വന്നു. ഈ സമയത്തൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള ഈ ഭരണ സംവിധാനമാണ് കട്ടത് എന്ന് തുറന്നു പറയാൻ കെൽപ്പില്ലാത്തതാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, അവസാന കാലത്ത് എന്തൊക്കെയായിരുന്നു ബഹളം, സ്വർണ്ണക്കടത്ത്, അത് ഇത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച അന്വേഷണം, അതൊക്കെ ഒന്നും അല്ലതായില്ലേ? എന്നിട്ട് എന്തുണ്ടായി? പിണറായി വിജയൻ വീണ്ടും വന്നു, ഇതും അതുപോലെയാണ് എന്ന വാദം ഉയർത്തും CPM. അല്ല, വാദം ഉയർത്താതിരിക്കുകയോ ചെയ്യട്ടെ. ഈ അന്വേഷണം തുടങ്ങിയത് എവിടെയാണ്? നമുക്ക് അവിടെ വെച്ച് തുടങ്ങാം. ഈ അന്വേഷണം തുടങ്ങിയത് പിണറായി സർക്കാർ അല്ല, നമ്മുടെ ഹൈക്കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വെച്ചത്. ആ സമയത്ത് ദേവസ്വം വിജിലൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ സംവിധാനമാണോ? അല്ല, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് കൊണ്ടല്ലേ, ഡിസംബർ മാസം 3 കേസുള്ളത് കൊണ്ടല്ലേ ഇന്ന് പത്മകുമാറിനെ അറസ്റ്റിലേക്ക് പോയത്. എത്ര ദിവസം അയാൾ ഒളിച്ചു നടന്നു കേരളത്തിനകത്ത്? അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവാതെ എത്ര ദിവസം ഒളിച്ചു നടന്നു? എത്ര ദിവസം? അവസാനത്തെ വാണിംഗ് കിട്ടിയപ്പോഴല്ലേ പത്മകുമാർ ഈ ചോദ്യം ചെയ്യൽ ഹാജരായത്? കേരളത്തിലല്ലാതെ മറ്റെവിടെയും നടക്കുമോ? പത്മകുമാറിന്റെ ധൈര്യം എന്താ? എന്നെ സംരക്ഷിക്കും, കാരണം പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്നെ പിടിക്കില്ല, എന്നെ പിടിച്ചാൽ അത് പാർട്ടിക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സംരക്ഷിക്കപ്പെടും എന്ന ആത്മവിശ്വാസമായിരുന്നു. അത് പ്രത്യേക അന്വേഷണ സംഘം അല്ലായിരുന്നുവെങ്കിൽ
ഹൈക്കോടതിയുടെ മേൽനോട്ടമില്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയിൽ കൃത്യമായ 6 ആഴ്ച അത് നീട്ടിക്കൊടുത്ത ഡിസംബർ 3 കൊടുക്കേണ്ട സാഹചര്യമില്ലായിരുന്നെങ്കിൽ ഇന്നും പത്മകുമാർ പുറത്തു നടക്കുമായിരുന്നു. നേരത്തെ അജിംസ് ചോദിച്ചത് ശരിയാ. നേരത്തെ കേന്ദ്ര അന്വേഷണ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അത് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണല്ലോ നിർമ്മല സീതാരാമൻ വിളിച്ചു വരുത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ചിത്രം പുറത്തേക്ക് വന്നത്, അല്ലെങ്കിൽ അമിത്ഷായുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ ചൊപ്പടി വിദ്യ പിണറായി വിജയൻ അറിയാം. പക്ഷെ കേരളത്തിലെ ഹൈക്കോടതി വെച്ച അന്വേഷണ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയന് കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച ആത്മവിശ്വാസം. അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഇന്നത്തെ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം നടന്ന അറസ്റ്റ് ഒന്നുകൂടി വി.ഡി. സതീശനെതിരെ നോട്ടീസ് അയച്ച കടകംപള്ളി സുരേന്ദ്രൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നേരത്തെ അജിംസ് സൂചിപ്പിച്ച സ്വർണ്ണക്കടത്ത് കേസിന്റെ കാലത്ത് ഒരു സ്ത്രീ കേരളത്തിൽ വന്ന് പറഞ്ഞിരുന്നു ഇയാളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന്. ഇയാളെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന അർദ്ധരാത്രി എനിക്ക് സ്ഥിരമായി മെസ്സേജ് അയക്കുന്ന, സന്ദേശം അയക്കുന്ന, ഞാൻ അവിടേക്ക് വരട്ടെ എന്ന് ചോദിച്ച ആളാണ് കടകംപള്ളി എന്ന് പറഞ്ഞത് കേരളത്തിലുണ്ട്. അന്ന് ആ ആൾക്കെതിരെ, ആ സ്ത്രീക്കെതിരെ ഒരു നോട്ടീസ് അയക്കാനുള്ള കെൽപ്പോ ചങ്കൂറ്റമോ നട്ടല്ലോ കടകംപള്ളി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനില്ലായിരുന്നു. വി.ഡി. സതീശനെതിരെ അയച്ചതിന്റെ കാര്യം വരട്ടെ. അതുകൊണ്ട് കടകംപള്ളി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങ് മിസ്റ്റർ ക്ലീൻ ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വേറെ എന്തോ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവികളാണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ച, അല്ലെ എന്ന രീതിയിലൊരു നെറേഷൻ കേരളത്തിലുണ്ട്. അതാണ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുന്നത്. ബംഗാളിൽ സംഭവിച്ചത്, ത്രിപുരയിൽ സംഭവിച്ചത് അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. കള്ളന്മാരും കൊള്ളക്കാരുടെയും ഒരു കേന്ദ്രമായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്ന് മനസ്സ് നമ്മൾ അത് അംഗീകരിച്ചേ മതിയാവൂ. ശരി നിജേഷ്. ശ്രീ രാജശേഖരൻ, ഇവിടെ കടകംപള്ളിക്കെതിരായി പത്മകുമാർ ഒരു മൊഴി നൽകിയെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് സ്ഥിരീകരണമൊന്നുമില്ല. അങ്ങനെ ഒരു മൊഴി നൽകാൻ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും? ഇപ്പോൾ പരമാവധി ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. അപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം ഈ കേസിൽ അറസ്റ്റിലാകുമ്പോൾ അദ്ദേഹം തൊട്ട് മുകളിലുള്ള ആൾക്കെതിരെ കൂടി മൊഴി നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമസ്കാരം. ഈ വിഷയത്തില് നാം ഒരു കാര്യം മനസ്സിലാക്കണം. മുരാരി ബാബുവും അതേപോലെ ഉള്ള ദേവസ്വം ജീവനക്കാരെ അറസ്റ്റിലാവുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുന്നു. ഒരു ചെയിൻ സിസ്റ്റം മാതിരി ഓരോരുത്തരെ തൻ്റെ കൂടെയുള്ളവരെ മുകളിലേക്ക് കടത്തിവിടുന്ന ഒരു തന്ത്രപരമായ സമീപനമാണ് ഈ വിഷയത്തിൽ കാണുന്നത്. അതിപ്പോ കടന്നപ്പള്ളി നമ്മുടെ ദേവസ്വം മന്ത്രി, മുൻ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്നു. അപ്പോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന അദ്ദേഹം നിശ്ചയമായും പിണറായി വിജയന്റെ പേര് പറയും. അപ്പൊ ഇതൊരു തന്ത്രപരം. നമ്മൾ ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? ഇതിന് തുടക്കം എവിടുന്നാണ്? ഇത് ഏതാണ്ട് 1998-99 കാലയളവില് UDFന്റെ MGV നമ്പൂതിരി ദേവസ്വം ബോർഡ് മെമ്പർ ആയിരുന്ന സമയത്താണല്ലോ ഇത് കൊണ്ടുവരുന്നത്, ഈ സംവിധാനം കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ ഒരു കാര്യം, ദേവസ്വം ബോർഡിന്റെ ഏതാണ്ട് ദീർഘകാലം സ്റ്റാൻഡിംഗ് കൗൺസിലായി കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിച്ചിരുന്നതും ശബരിമല വിഷയത്തില് കേരള ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനോട് ഇതിനെ സംബന്ധിച്ച്, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 9-ാം തീയതി 8-ാം തീയതി രാവിലെ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞത് ഇതൊരു നോർമൽ പ്രോസസ് ആണെന്നാണ് പറഞ്ഞത്. ഇത് 2018-19 കാലയളവിലും ഇത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2023-ൽ 24-ല് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ 2025-ല് അതൊരു തുടർ നടപടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാം ഇതിനകത്ത് ആലോചിക്കേണ്ടത്, ഇന്നേ വരെ ഈ FIR-നകത്ത് മോഷണം, ഇത് അപഹരണമാണ്, മോഷണമാണ്. സ്വർണ്ണ അപഹരണം നടത്തിയതിനെ സംബന്ധിച്ച് യാതൊരു പരാമർശങ്ങളുമില്ല, യാതൊരു വകുപ്പ് ഇട്ടിട്ടില്ല എന്നാണ് നിയമവിദഗ്ധന്മാര് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ കേസ് എന്താണ്? ഗൂഢാലോചന. എന്തിന്റെ ഗൂഢാലോചന? അപ്പൊ ഈ ഭഗവാന്റെ മൈനറായ ദേവന്റെ ഈ ആഭരണങ്ങള്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദേവശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ആഭരണമെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം, അത്രയും തനി തങ്കത്തിൽ തീർത്ത കോടിക്കണക്കിന് ഉറുപ്പിക മൂല്യമുള്ള ഈ സ്വർണപ്പാളികൾ, 21 പാളികൾ മെർക്കുറി ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുള്ളതാണ്.
ഇത് ചെമ്പിന്റെ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തതിന്റെ ഒക്കെ രേഖകൾ കോടതി ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷെ കോടതി ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇൻ ക്യാമറ സ്ക്രീനിങ്, മാധ്യമങ്ങൾ പോലും അറിയരുത്, മറ്റ് അഭിഭാഷകർ അറിയരുത്. എന്തിന് ഈ രഹസ്യ കച്ചവടം? ഇതെന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണോ? ശരി, അത് കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശരി, ഞാൻ രാജശേഖരനിലേക്ക് വരാം. ഇപ്പോൾ ഡി സുരേഷ് കുമാർ CPM വക്താവ് ടെലിഫോണിൽ ചേരുന്നു. അദ്ദേഹവുമായി അല്പസമയത്തിനകം അദ്ദേഹത്തിന് ലൈവിൽ ഇരുത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ ഡി സുരേഷ് കുമാർ, ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഈ പത്മകുമാറിന്റെ അറസ്റ്റിനെ തുടർന്ന് പ്രതികരിച്ചൊരു കാര്യം, ഇത് സംബന്ധിച്ച് ഒരു രേഖകളും ഒരു ഫയലുകളും സർക്കാരിന് മുമ്പിൽ വന്നിട്ടില്ല, മന്ത്രി എന്ന നിലയിൽ തന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, അവിടെ തീരുമാനങ്ങൾ അവിടെ തന്നെയാണ് എടുക്കുന്നത്. അതായത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ മറുപടിയാണ്, അതായത് പത്മകുമാറിൽ തീരുന്നു, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി അഴിക്കാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകിയത് സർക്കാരിനാണ്, ദേവസ്വം വകുപ്പിനാണ് എന്നാണ്. അടുത്തത് കടകംപള്ളിയാണോ സുരേഷ്? അല്ല, നോക്കൂ, നിങ്ങളിവിടെ ചില കാര്യങ്ങൾ ഒരു അന്വേഷണത്തിന് മുൻപേ തന്നെ മുൻ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ അവരുടെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അവരിങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മാധ്യമങ്ങൾ കൂടി അത് ഏറ്റുപിടിക്കുന്നത് തെറ്റായ പ്രവണത കേരളത്തിൽ സൃഷ്ടിക്കുമെന്നാണ് എനിക്ക് ആദ്യം അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഞാൻ ഈ ചർച്ചയുടെ തുടക്ക ഭാഗം കുറച്ച് കണ്ടിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇവിടെ ഉന്നയിച്ചു. അത് ഒരു പ്രോംപ്റ്റിംഗ് ആണ് അദ്ദേഹം നടത്തിയത് മറ്റൊരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വനിത ബഹുമാനപ്പെട്ട കടകംപള്ളിയെ സംബന്ധിച്ച് നടത്തിയ ഒരു പരാമർശത്തെ അദ്ദേഹം വസ്തുതകളുടെ ചേരുവകൾ ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ, ചില പ്രതികളുടെ ന്യായവാദങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അതിനു മുൻപ് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ തന്നെ ഒരു MLA, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആള് AICC അംഗമായിട്ടുള്ള ഒരു AICCയുടെ വലിയ നേതാവിന്റെ വീട്ടിൽ കയറി കാണിച്ച ചെറ്റത്തരമുണ്ട്. സുരേഷ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചെറ്റത്തരം എന്നുള്ള വാർത്ത അൺപാർലമെന്ററി ആണ് ഒരു കാര്യം. ഒന്ന്, അങ്ങനെ നിങ്ങളുടെ പോലീസ് കേസെടുക്കുക, അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിടാം. പരാതി ഉണ്ടെങ്കിൽ പരാതി അടിസ്ഥാന കേസെടുക്കുക. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ കടകംപള്ളിക്കെതിരെ അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നു, മാധ്യമങ്ങൾ മുൻവിധിയോടെ വാർത്ത നൽകുന്നു, പത്മകുമാറിനെ ചോദ്യം ചെയ്യുമെന്നും മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. പത്മകുമാറിനെതിരെ അന്വേഷണം നീളുമെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. അതൊക്കെ മുൻവിധിയായിരുന്നോ? നിങ്ങളാണ് പോലീസ് ഭരിക്കുന്നത്. നിങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാം. അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടണേ, അതാണ് ആവശ്യപ്പെടുന്നത് സുരേഷ്. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. ഞാൻ ചോദിക്കുന്നത്, പത്മകുമാറിനെതിരെ അന്വേഷണം നടക്കും എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ കടകംപള്ളിക്കെതിരെ മൊഴി നൽകിയെന്ന വാർത്ത നൽകുന്നു. അതിൽ സത്യമുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി അല്ല, ഇതിൽ രക്ഷപ്പെടുത്തുന്നല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നേ. നിങ്ങൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യണം. എന്തിനാ വൈകുന്നത്? അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അദ്ദേഹം വന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരുമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതിന് നിങ്ങളടക്കമുള്ള ആളുകൾ ന്യായീകരിക്കല്ലേ? നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതാണ് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് സുരേഷ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത്രയും ഗുരുതരമായ ഒരു ആരോപണം പുറത്തു വന്നിട്ട് നിങ്ങൾ എന്താണ് അയാളെ അറസ്റ്റ് ചെയ്യാത്തത്, കേസെടുക്കാത്തത്? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് സുരേഷ്. അത്രയും ഗുരുതരമായ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ട് പിണറായി വിജയന്റെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുക. അല്ല, അന്വേഷണത്തിന്റെ മധ്യ തന്നെ നിങ്ങൾക്ക് അയാൾ അറസ്റ്റ് ചെയ്താലേ അയാൾ ഈ കേസിൽ പ്രതിയാകുള്ളൂ എന്നുള്ള കേസെടുത്തോ? അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ആ ശബ്ദ സന്ദേശത്തിൽ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ സുരേഷ്? ആ ശബ്ദ സന്ദേശത്തിൽ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? പക്ഷേ ഇവിടെ ഒരു ഫാക്ട് ഉണ്ട്, അത് വിടൂ. നിങ്ങൾ ഇല്ലാത്ത കേസിന്റെ കാര്യം പറഞ്ഞാൽ എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലായി, അയാൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇന്ന് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടുണ്ട് തെളിയട്ടെ എന്നാണ്. കുറ്റം തെളിഞ്ഞാൽ മാത്രമാണ് പാർട്ടി നടപടി സ്വീകരിക്കുക, അതുവരെ പാർട്ടി സംരക്ഷിക്കുമോ? അല്ല, നിങ്ങൾ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി, കോൺഗ്രസിന്റെ ആ വിഷയം നമുക്ക് വേറെ ചർച്ച ചെയ്യാമെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ, നമുക്ക് അത് ചർച്ച ചെയ്യാം. അയാൾക്കെതിരെ കേസെടുക്കൂ, നമുക്ക് ഒരു ദിവസം മൊത്തം ചർച്ച ചെയ്യാം. നിങ്ങൾ ശബരിമല വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യം, പത്മകുമാർ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നോക്കൂ സുരേഷ്, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. എന്റെ ചോദ്യം അപ്പോഴും നിലനിൽക്കുകയാണ്.
നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ശബരിമല വിഷയമാണ്. ശബരിമല വിഷയമാണെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണംകട്ട കേസിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ A. പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. അയാളെ ശിക്ഷിക്കുന്നതുവരെ അയാൾക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതായത് കുറ്റാരോപിതർക്കെതിരെ നടപടിയില്ല പാർട്ടിയിൽ നിന്ന്. അതായത് അയാളെ കോടതി ശിക്ഷിക്കും വരെ പാർട്ടി സംരക്ഷിക്കുമോ? അല്ല, ഇതിനകത്ത് എത്രയോ അറസ്റ്റുകൾ, എത്രയോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും ഇടപെടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇടപെടാൻ നിങ്ങൾക്ക് പറ്റില്ല സുരേഷ്, ഇടപെടാൻ കഴിയില്ല. നിങ്ങൾ ഇടപെടണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. കാരണം കോടതിയാണ് അന്വേഷണം നടത്തുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അല്ല, ഞാനും അത് തന്നെ പറയുന്നത്. കോടതിയുടെ മേൽനോട്ടം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സുരേഷ്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സുരേഷ്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സുരേഷ്, കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ന്യായീകരിക്കുന്ന സമീപനം ഇവിടെ സ്വീകരിച്ചിട്ടുണ്ടോ? ഞാനിവിടെ സൂചിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധി അറസ്റ്റിലായ പത്മകുമാറിനെതിരെ ഒരു നടപടിയുമില്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നു. അല്ലല്ല ചില ആളുകളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്. ഞാൻ ചോദിക്കട്ടെ, AICC നേതാവിന്റെ വീട്ടിൽ കയറി ചെറ്റത്തരം എന്ന വാക്കാണെങ്കിൽ അത് ഞാൻ പിൻവലിക്കുന്നു. മഹനീയമായ പ്രവർത്തനം നടത്തിയ ആളിനെതിരെ ഈ കോൺഗ്രസിന്റെ നേതാവ് അയാളുടെ കുഴലൂത്തുകാരനായിട്ടില്ല വന്നിരുന്ന ഈ വർത്തമാനം പറയുന്നത് തെറ്റല്ലേ? അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്റെ ചോദ്യം ശബരിമലയെ കുറിച്ചാണ്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചോ കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് പറഞ്ഞതിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. എന്റെ ചോദ്യം ഇതാണ്: പത്മകുമാറിനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തും വരെ പാർട്ടി സംരക്ഷിക്കുമോ? ആങ്കർ എന്താണ് സ്വപ്ന സുരേഷിന്റെ വാദഗതിയെ ഞാൻ ചോദിക്കട്ടെ. സ്വപ്ന സുരേഷിന്റെ വാദഗതിയെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പ്രോംപ്റ്റ് ചെയ്തപ്പോൾ അതല്ല ചർച്ചാ വിഷയം, ശബരിമല വിഷയമാണ് ചർച്ചാ വിഷയം. സുരേഷ് കുമാർ അത് നിജേഷ് അരവിന്ദനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്, സിവിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മറ്റൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഇതേപോലെ മറ്റൊരു ആരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചപ്പോൾ ഈ മാനനഷ്ട കേസ് കൊടുത്തില്ലല്ലോ എന്ന് തിരിച്ചു ചോദിച്ചതാണ് അദ്ദേഹം. ഇനി ഈ ചോദ്യത്തിന് മറുപടി പറ. പത്മകുമാറിനെ കോടതി ശിക്ഷിക്കും വരെ പാർട്ടി സംരക്ഷിക്കും. അതുകൊണ്ടാണ് എനിക്ക് മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. അതുകൊണ്ടാണ് എനിക്ക് മറ്റൊരു ഉദാഹരണം പറയാനുള്ളത്. തൃശ്ശൂരിലെ AICCയുടെ നേതാവായിട്ടുള്ള ഒരാളിന്റെ വീട്ടിൽ കയറി ഈ MLA മോശത്തരം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പത്തനംതിട്ടയിലെ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ കയറി ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് നിജേഷ് മറുപടി പറയും. അങ്ങനെ എന്തെങ്കിലും നിജേഷ് മറുപടി. എന്റെ ചോദ്യം ഇതാണ്: പത്മകുമാർ CPM ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അറസ്റ്റിലായിരിക്കുന്നു. അയാളെ കോടതി കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കുന്നതുവരെ പാർട്ടി സംരക്ഷിക്കുമോ ഇല്ലയോ? അല്ലല്ല, അങ്ങനെയുള്ള ആളിനെ തോളിലേറ്റി നടക്കുന്ന സമീപനമുണ്ടല്ലോ. ആ തോളിലേറ്റി നടക്കുന്നതിൽ ഒരാളാണ് ഇവിടെ വന്നിരുന്ന് കടകംപള്ളി അങ്ങോട്ടിരിക്കുന്നു, കടകംപള്ളി ഇങ്ങോട്ടിരിക്കുന്നു. കടകംപള്ളി വിടും, പത്മകുമാറിലേക്ക് വാ സുരേഷ്. കടകംപള്ളി അടുത്ത സ്റ്റെപ്പിൽ വരാം. പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നുള്ള സത്യമാണല്ലോ, അത് ഊഹാപോഹമല്ലല്ലോ. അയാൾ അറസ്റ്റിലായിരിക്കുന്നു, അയാളെ കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നാണ് MV ഗോവിന്ദൻ ചോദിക്കുന്നത്. അതായത് കോടതി ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്നതുവരെ പാർട്ടി സംരക്ഷണം ഉണ്ടാവുമോ അയാൾക്ക്? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഒരു മധ്യഘട്ടത്തിലാണ്. സ്വാഭാവികമായും അന്വേഷണം ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കുറ്റപത്രം കോടതി മുമ്പാകെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കുറ്റക്കാരാരൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ നീതിപൂർവമായ കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എത്രയോ അറസ്റ്റുകൾ കേരള നിയമസഭയ്ക്കകത്ത് തന്നെ കുറ്റപത്രം കൊടുത്ത എത്രയോ ആളുകൾ ഇവിടെ നിലവിലിരിപ്പുണ്ട്. അവരാരെങ്കിലും കോൺഗ്രസ് നടപടിയെടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് CPM ഭരണത്തിലാണ്. CPM ആണ് ഭരിക്കുന്നത്. CPM ഭരിക്കുമ്പോൾ ഒരു മുൻ MLA, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഒരു മോഷണ കേസിൽ, അയ്യപ്പന്റെ സ്വർണ്ണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലാവുന്നു. അപ്പോൾ പാർട്ടി അയാളെ പുറത്താക്കില്ല, അയാളെ ശിക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് തന്നെ അന്വേഷിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത ആളെക്കുറിച്ച് പാർട്ടിക്ക് ഇപ്പോഴും സംശയമാണ്, അയാളെ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന്. പാർട്ടിക്ക് ഇപ്പോഴും അയാളെ വിശ്വാസമാണ് എന്നല്ലേ? നോക്കൂ, ആങ്കർ ചില ഭാഗങ്ങൾ മാത്രം അടർത്തി മാറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണരൂപം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണരൂപം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്കറിയാം. യാതൊരുവിധ ആശങ്കയും വേണ്ട. ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന
കുറ്റക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനത്തിന് റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പ്രവണത ശരിയല്ല. അത് നിങ്ങൾ വാർത്തയുടെ ക്ഷാമം നേരിടുമ്പോൾ അതിൽ റീപോസ്റ്റ്മോർട്ടം അർത്ഥമില്ല. അയാൾ അറസ്റ്റിലായി, കുറഞ്ഞ പക്ഷം ഞങ്ങൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഈ പ്രതിയെ സംരക്ഷിക്കുന്നില്ല എന്ന് വരും. അങ്ങനെയല്ല, ഇപ്പോൾ അയാൾ പ്രതിയാണ്, അയാൾ അറസ്റ്റിലാണ്, ഇപ്പോൾ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴും അയാൾ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. മടിയും കാണിച്ചില്ല. നിങ്ങൾ ഒരു മുൻ MLA-ക്ക് അയാളെ വളരെ മോശമായി ചിത്രീകരിച്ച് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അയാളെ എത്രയോ വർഷം മോശമായി ചിത്രീകരിച്ചതാണ് അയാൾ. അതായത് പത്മകുമാറിനെ ആരോ മോശമായി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്തതാണെന്നാണ് CPM വിശ്വസിക്കുന്നത്. സുരേഷ്, പത്മകുമാറിനെ ആരോ മോശമായി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്തതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാനീ പറഞ്ഞത് അദ്ദേഹം നിങ്ങൾ മോശമായി ചിത്രീകരിക്കുകയാണ്. നിങ്ങൾ മോശമായി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണം നടക്കുന്ന കേസിനെ സംബന്ധിച്ചുവെന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനുമില്ല. ഇവിടെ MLA-യെ, മന്ത്രിയെ, മറ്റാളുകളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാം നിഷ്പക്ഷതയിൽ വലിയ പക്ഷപാതിത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ചർച്ചകൾ പോലും, ചർച്ചാ വിഷയങ്ങൾ പോലും സെലക്റ്റീവ് ആവുകയാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തി. അതെന്താണ്? ഒരു പെൺകുട്ടിയെ വലവീശി പീഡിപ്പിച്ച് ആ കുട്ടിയെ ഗർഭിണിയാക്കിയതിനു ശേഷം, ഭ്രൂണഹത്യ നടത്തിയതിനു ശേഷം ആ കുട്ടിയോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ എത്ര സമയം വേണ്ടി വരും? കേരളം വേദനയോടുകൂടി കേട്ടിരുന്ന വാക്കുകളാണ്. അത്തരം ആളുകൾക്ക് കുഴലൂത്ത് പാടുന്ന ആളുകൾ വന്നിരുന്ന് ഇവിടെ ചില ആളുകളെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അത്തരം ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പത്മകുമാറിന്റെ അറസ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറയാൻ നിങ്ങളുടെ നാവ് എന്തേ പൊങ്ങുന്നില്ല? പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുക്കുന്നില്ല എന്നൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് സുരേഷ് ഞാൻ അത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങ് പറയുന്നത് കോടതി കുറ്റക്കാരനെന്ന് കണ്ടാൽ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? കോടതി കുറ്റക്കാരനാണ് എന്ന് കാണുന്നവരെ പത്മകുമാറിനെ നിങ്ങൾ സംരക്ഷിക്കുമോ എന്നായിരുന്നു എന്റെ ചോദ്യം. കുറ്റകൃത്യം ചെയ്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ കുറ്റകൃത്യം ചെയ്ത് നിരുപാധികം പിടിക്കപ്പെടുന്ന ഒരാളിനും CPM-നകത്ത് സ്ഥാനമുണ്ടാകില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇതാണ് പാർട്ടി തീരുമാനമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായ ഒരു ഉദാഹരണമാണ് ഞാൻ കുഞ്ഞനന്തന്റെ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ അല്ലാത്ത ഉദാഹരണങ്ങളും ഉണ്ട്. TP കൊലക്കേസിലെ പ്രതികൾക്ക് കല്യാണത്തിന് പോയി കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു MLA ഉണ്ടായിരുന്നു. ഇതൊക്കെ കേരളം കണ്ടതാണ്. അല്ല, ഒരാൾ കല്യാണം വിളിച്ചാൽ, ഒരു കൊലക്കേസിൽ പ്രതിയാണെങ്കിൽ കല്യാണം വിളിച്ചാൽ പോകാൻ പാടില്ല. നജീംസ് ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസിലെയും പ്രതിയായിട്ടുള്ള ഒരാളിന്റെ കല്യാണത്തിന് പോയിട്ടില്ലേ? താങ്കൾ പോയിട്ടില്ലേ? ഇല്ല. പച്ചയായ സത്യമാണ്. താങ്കളെ വിളിക്കുന്ന കല്യാണവും വീട് പാലുകാച്ചും മറ്റ് ചടങ്ങുകളിലുമൊക്കെ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി പൂർണ്ണമായി പഠിച്ച്, പ്രീവിയസ് ഹിസ്റ്ററി അല്ല, ഇയാൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരോളിൽ ഇറങ്ങി നടത്തിയ കല്യാണത്തിനാണ് MLA പോയത്. ഒരു പ്രീവിയസ് ഹിസ്റ്ററിയിൽ ഏതോ ഭൂതകാലത്ത് അയാൾ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല. അയാൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരോളിൽ ഇറങ്ങി നടത്തിയ കല്യാണത്തിലാണ് സ്പീക്കർ പോയത്. അതിനെന്താ കുഴപ്പമാണ്? എന്റെ ക്വസ്റ്റൻ ഒന്നുമല്ല, പോയതൊന്നുമല്ല. എന്റെ ചോദ്യം, നിങ്ങളുടെ വാദം പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കില്ല എന്നാണ്. പാർട്ടി ഇതുവരെ അയാളെ പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. പാർട്ടിക്ക് ഇപ്പോഴും സംരക്ഷണമുണ്ട്. പാർട്ടി ഇപ്പോഴും പത്മകുമാർ സ്വർണം കട്ടു എന്ന് വിശ്വസിക്കുന്നില്ല. കല്യാണങ്ങൾക്ക് പോകുന്നതോ ഫോട്ടോ എടുക്കുന്നതോ ഒന്നും ഇത് വളരെ പ്രീ പ്ലാൻഡായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. എനിക്കും ആങ്കർക്കും ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകൾക്കും അറിയാം. അവിടെ പോകുമ്പോൾ, ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഇടതുപക്ഷ നേതാക്കന്മാർ മാത്രം ചെല്ലുമ്പോൾ അതിനെ എടുത്തു വെച്ച് തെളിവ് നിരത്തി ഇത്തരത്തിലുള്ള ചർച്ചകൾക്കകത്ത് വിമർശിക്കാൻ വേണ്ടി മാത്രം പ്രയോഗിക്കുന്ന ഈ ചെപ്പടി വിദ്യയുണ്ടല്ലോ, അത് നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് നിഷ്പക്ഷതയോടുകൂടി, അവധാനതയോടുകൂടി ഈ കാര്യങ്ങളെ നോക്കിക്കാണാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം. ഇവിടെ നിഷ്പക്ഷനാവാൻ പരമാവധി ശ്രമിക്കുകയാണ്. ശരി, ഞാൻ മടങ്ങി വരാം സുരേഷിലേക്ക്. മറ്റ് അതിഥികളിലേക്ക് തിരികെ. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ സുരേഷ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ട് അപ്പോൾ പാർട്ടി നടപടി സ്വീകരിക്കും, പാർട്ടി സംരക്ഷിക്കില്ല എന്നാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടിപ്പോൾ അദ്ദേഹം ജയിലിലാണ്. ജയിലിലാകുന്നവർ അദ്ദേഹം കുറ്റാരോപിതനാണെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതിൽ നിന്ന് എന്ത് സൂചനയാണ് പുറത്ത് നിൽക്കുന്നവർക്ക് ലഭിക്കുന്നത്? കള്ളന് കഞ്ഞി വെച്ചവർ അത് ആരൊക്കെയാണ് എന്ന് ഇന്ന് കേരളത്തിന് വ്യക്തമാണ്. ഒരാളെ പിടിക്കുമ്പോൾ ഒരാശ്വാസം പത്മകുമാറിന് കൊടുത്തിട്ടില്ല എങ്കിൽ, CPM-ൻ്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, ഗോവിന്ദ മാഷ് വന്നിട്ട്
ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അയാളത് നീട്ടി എറിഞ്ഞു കൊടുക്കുക കടകംപള്ളിക്കാണ്. ഇനി കടകംപള്ളിയെ നാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതേ അവസ്ഥ ആവർത്തിക്കും. എന്തുകൊണ്ടാണ്? കടകംപള്ളി മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ പാടില്ല. ഇതാണല്ലോ ആദ്യം മുതൽ പോറ്റിയെ എത്ര ദിവസം നമ്മുടെ പോറ്റിയെ സംരക്ഷിച്ചു ഇവർ. പോറ്റി എന്ന് പറയുന്ന ആളെ നമ്മളൊക്കെ ചർച്ച ചെയ്തു. എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിച്ചു. കേരളം മുഴുവൻ അറിഞ്ഞു പോറ്റി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ, ഇതിൻ്റെ തട്ടിപ്പ്, ഇതിൻ്റെ സ്പോൺസർ എന്നൊക്കെ പറഞ്ഞിട്ടും പോറ്റി എത്ര ദിവസം പുറത്തുകൂടി നടന്നു. പോറ്റിയെ പിടിച്ചപ്പോൾ പറഞ്ഞു പോറ്റിയാണ്, എല്ലാം പോറ്റിയാണ്. പോറ്റി ഇന്ന് വാസുവിലെത്തിയില്ലേ? മുരാരി ബാബുവിലെത്തി, വാസുവിലെത്തി. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, CPM നേതാവായിരുന്നു, പിണറായി വിജയൻ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അന്ന് വാസുവിൽ നിന്ന് പത്മകുമാറിലെത്തുന്നവരെ വീണ്ടും പറഞ്ഞേ ഇനിയില്ല, അത് ഉദ്യോഗസ്ഥരാണ്, ഉദ്യോഗസ്ഥ തട്ടിപ്പാണ്, തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ പറഞ്ഞ ആളുകൾ ഇപ്പോൾ പത്മകുമാറിലെത്തിയ സമയത്ത് പത്മകുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 2019 പിണറായി വിജയൻ ഭരണകൂടത്തിനകത്താണ് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവ് അത് അംഗീകരിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. കള്ളന്മാരാണ് ഈ ഭരണകൂടത്തിലുള്ളത്. ദേവസ്വം മന്ത്രിയുടെ കീഴിൽ വരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പാർട്ടി പ്രതിനിധികളായ നേതാക്കന്മാർ ഭരിക്കുമ്പോഴാണ് അവിടെ നിന്ന് കട്ടുപോയത്. എന്തൊക്കെ കട്ടുവെന്ന് നമ്മൾക്കറിയില്ല. ഒരു കാലത്ത് പറയുന്നു യോഗദണ്ഡ് കെട്ടു, സ്വർണ്ണപ്പാളി കെട്ടു, മറ്റെന്തൊക്കെയോ കെട്ടു, വാതിൽ കെട്ടു. ഇനി കക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും നമ്മൾക്കറിയില്ല. ഈ ഭരണകൂടമാണ് ഇത് ചെയ്തത്. ആർജവമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എങ്കിൽ ഒറ്റയടിക്ക് പറയാമല്ലോ, ഇയാൾ പാർട്ടിക്ക് പുറത്ത് കിടക്കട്ടെ, പാർട്ടിക്ക് പുറത്താണ് ഇയാൾ എന്ന് പറയണ്ടേ? ഇല്ല, ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു. സെപ്റ്റംബർ മാസത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമല സെന്റിമെന്റ്സ് ഒഴുക്കാൻ ശ്രമിച്ച് ഒരുപാട് നാട്ടിലൊക്കെ പരസ്യം കൊടുത്ത് അയ്യപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് ചാനലുകളിലെ ചർച്ച, പത്രങ്ങളിലെ വാർത്ത. ആഗോളതലത്തിലേക്ക് അയ്യപ്പന്റെ മഹത്വം വിളമ്പിയ പിണറായി വിജയൻ ഭരണകൂടത്തിന് അതേ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ഈ കള്ളന്മാരെയൊക്കെ സംരക്ഷിക്കില്ല എന്ന് പറയാൻ ഒരു വാക്ക് പോരെ? ഈ ദിവസം വരെ ഒരു പത്രസമ്മേളനം പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന ഉണ്ടാകുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയപ്പോൾ ഇദ്ദേഹം ഒരു വളരെ ശോകമുഖമായ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 40-40 വർഷം പ്രവർത്തിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ് എന്നുള്ള അർത്ഥം വരുന്ന ഒരു പോസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പത്മകുമാർ അത്ര പാർട്ടിക്ക് പ്രിയങ്കരനാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കണ്ടേ? അജിൻസെ, പാർട്ടിക്കകത്തുള്ള പടലപ്പിണക്കത്തിന്റെ ഭാഗമായി ഒരാളെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിന്ന് താഴ്ത്തിക്കെട്ടിയതും ഈ മോഷണ കേസുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് അവർ തമ്മിലുള്ള പടലപ്പിണക്കം. വീണ ജോർജ് വന്നു, ഒരേ ജില്ലയിലെ 2 നേതാക്കന്മാർ വന്നു, പത്മകുമാറിന് സ്ഥാനം കിട്ടിയില്ല. അത് അവർ തമ്മിലുള്ള പ്രശ്നം. ഇതെന്താണ്? ഇത് സ്വർണ്ണത്തട്ടിപ്പിൽ, അമ്പലത്തിനകത്ത് ശബരിമലയ്ക്കകത്തുള്ള സ്വർണ്ണത്തട്ടിപ്പ്, സ്വർണ്ണത്തിനെ ചെമ്പാക്കി മാറ്റിയതിൽ നിർണായകമായ പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 42 വർഷക്കാലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രതിയായി ജയിലിലേക്ക് പോകുന്നതും അതും തമ്മിൽ രണ്ടല്ല. ആ ജയിലിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയെങ്കിലും പാർട്ടി പറയട്ടെ, ഞങ്ങൾ ഇയാളെ പുറത്താക്കി, ഞങ്ങൾ ഇയാളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പിണറായി വിജയന്റെ ആഫീസിനകത്തേക്ക് ആരോടും ചോദിക്കാതെ കയറിപ്പോകാൻ സ്വാതന്ത്ര്യമുള്ള ആളുകൾ ഒന്നൊന്നായി ജയിലിലേക്ക് പോകുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രയാസമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ രാജശേഖരൻ, ഇവിടെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം കടകംപള്ളിയിലേക്ക് കൂടി അന്വേഷണം പോകുമെന്നാണ് കരുതുന്നത്. ഇത് ദേവസ്വം ബോർഡ് മാത്രം അറിഞ്ഞുള്ള ഒരു കളിയാണ്. ഈ മോഷണം നടന്നത് ദേവസ്വം ബോർഡിനകത്ത് മാത്രമാണ്. ഇതിന് സർക്കാരിന് യാതൊരു പങ്കുമില്ല. ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്ത മുൻവിധികളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് കടകംപള്ളിയുടെ മുമ്പിലാണ് ഈ ഫയൽ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്ന പത്മകുമാറിൻ്റെ മൊഴിയൊക്കെ മുൻവിധിയാണ് എന്നാണ് സുരേഷ് പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അത് തികച്ചും തെറ്റാണ്. കാരണം ഈ പ്രത്യേകിച്ച് CPM-ന്റെ ഒരു ശൈലി അനുസരിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രത്യേകിച്ചും അവരുടെ നേതാവ് അറിയാതെ ഒരു ഇല ഇടതുപക്ഷ ഭരണകൂടത്തിനുള്ളിൽ നടക്കുകയില്ല. അപ്പൊ ഇത് വളരെ വ്യക്തമായും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അടക്കം മനസ്സറിവുണ്ട് എന്നത് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാവും. അത് സുരേഷ് ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ കടകംപള്ളിയിലേക്ക് ആരാ വന്നിരിക്കുന്നത്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 42 വർഷമായി ജില്ലാ കമ്മിറ്റി അംഗം, 32 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരു നേതാവാണ്. അയാൾ ചെറിയ പ്രായത്തിൽ മുതൽ SFIയിലൂടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ്. ആ നേതാവാണ് പറയുന്നത്. അല്ലാതെ വെറുതെ തന്റെ നേതാവിനെ ഒറ്റിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഇത് പങ്കുവെച്ചതിന്റെ
ക്രമീകരണങ്ങളുടെ പുറത്തു വരണം. അത് SIT തന്നെ അത് വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ ഇന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുക. ബാക്കിക്കൊന്നും, കാരണം ഭഗവാന്റെ സ്വർണം നഷ്ടപ്പെട്ടു, കൊള്ളയടിച്ചു എന്നതിന് വളരെ വ്യക്തമാണ്. 1999 മാർച്ച് മാസം 27 ബോർഡ് സെക്രട്ടറി ഡിവിഷണൽ എഞ്ചിനീയർക്ക് കൊടുത്ത ഒരു കത്ത് കോടതിയുടെ പരിഗണനയിലുണ്ടെന്ന്. അതിൽ വ്യക്തമായിട്ട് പറയുന്നു എത്ര കിലോ സ്വർണം അത് അവിടെ സ്ഥാപിക്കുന്നതിനുള്ള പെർമിഷനാണ് ബോർഡ് സെക്രട്ടറി കൊടുത്തേക്കുന്നത്. ബോർഡ് സെക്രട്ടറി കൊടുക്കണമെങ്കിൽ ബോർഡിന്റെ ഡിസിഷൻ ഇല്ലാത്തത് അത് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അന്വേഷണ സംഘത്തിൽ രൂപീകരിച്ചത്. ചെമ്പല്ല സ്വർണ്ണമാണെന്ന് കോടതിക്ക് ആരായാലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, എന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ ഒരു മോഷണം നടന്നിരിക്കുന്നു. നോക്കൂ രാജശേഖരൻ, ഇവിടെ ഒരു മോഷണം നടന്നിരിക്കുന്നു. കിലോ കണക്കിന് സ്വർണം, അതും അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു. രാജശേഖരൻ കേൾക്കുന്നുണ്ടോ? രാജശേഖരൻ കേൾക്കുന്നുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ ഒരു മോഷണം നടന്നിരിക്കുന്നു. കിലോ കണക്കിന് സ്വർണം, കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം മോഷണം പോയിരിക്കുന്നു. അതുവഴി ആർക്കൊക്കെയോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കേന്ദ്ര ഏജൻസികൾക്ക് ഇത് അന്വേഷിക്കാൻ താല്പര്യമില്ല. നോക്കൂ, 30,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായതിന് ഒരു മാധ്യമപ്രവർത്തകനെതിരെ UAPA ചാർത്തുകയും ED അറസ്റ്റ് ചെയ്യുകയും ചെയ്തൊരു ഇന്ത്യയിൽ അയ്യപ്പന്റെ സ്വർണം, കിലോ കണക്കിന് സ്വർണം മോഷ്ടിച്ചിട്ടും ED വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ED വന്നില്ല എന്ന് ആരാ പറഞ്ഞത്? ED അതിന്റെ ഫയലുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നേരിട്ട് FIR എടുത്തിട്ടുള്ളതാണ്. അതനുസരിച്ച് അവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അതിനു വേണ്ടിയിട്ട് നോട്ടീസ് പോയിട്ടുണ്ട്. കോടതിയുടെ തീരുമാനം വന്നിട്ടില്ല. അത് വെയിറ്റ് ചെയ്യുകയാണ്. അതിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ട. കൃത്യമായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിനകത്തേക്ക് വരും. പക്ഷെ ഇവിടെ SITയെ നിശ്ചയിച്ചത് പോലും സർക്കാരിന് അതിനകത്ത് പങ്കുണ്ട്. അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ആലോചിക്കാതെ അല്ലെങ്കിൽ അതനുസരിച്ച്, കാരണം കോടതിക്ക് നേരിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ അറിയില്ലല്ലോ. അത് പോട്ടെ, നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ സ്വർണ്ണ രാജശേഖരൻ പറയുന്നത് ഈ അന്വേഷണ സംഘം അന്വേഷിച്ചാലും നീതിമത്തമായ അന്വേഷണം ഉണ്ടാവില്ല എന്നാണോ? നിശ്ചയമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. 100% സത്യം. കാരണം ഈ FIRനകത്ത് അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഈ അപഹരണം, മോഷണം, അതിന്റെ വകുപ്പുകൾ അതിനകത്ത് ചേർത്തിട്ടില്ല. തൊണ്ടി മുതൽ കണ്ടെടുക്കാനുള്ള ശ്രമം SIT ഇത്രയും ദിവസമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും N വാസുവും എല്ലാം തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ പത്മകുമാറും ഉണ്ടല്ലോ. എന്താണ് ഇവര് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ആരെ കൊണ്ടെങ്കിലും ഈ തൊണ്ടി മുതൽ എവിടെയാണ്? ഇപ്പൊ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇത് മാത്രമല്ലല്ലോ, ഭഗവാന്റെ ജപമാല, മുദ്രമാല, യോഗദണ്ഡ്, ആ സാധനം അവിടുന്ന് മാറ്റി ഈ തിരികെ കൊണ്ടുവച്ചത് അത് തന്നെയാണോ എന്ന ആശങ്കയുണ്ട്. അത് പത്മകുമാറിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ദേവസ്വം ബോർഡിനെയാണ് പ്രതിയാക്കിയത്. പത്മകുമാർ മാത്രമല്ല, ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ശങ്കർദാസിന്റെ മകൻ സീനിയർ IPS ഓഫീസറാണ് ഹരിശങ്കർ. അതുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന വിജയകുമാർ. ഏതായാലും ഇവർ മൂവരും കൂടി തീരുമാനിക്കാതെ അതിന്റെ ദേവസ്വം മന്ത്രിയുടെ കടകംപള്ളി സുരേന്ദ്രന്റെ മൗനാനുവാദം, ഞാനൊരു ഉദാഹരണം പറയാം. എന്നോട് ഒരിക്കൽ സ്വകാര്യ സംഭാഷണത്തില് നമ്മുടെ പന്തളത്തുള്ള ഒരു സഖാവ്, അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹം കാഷ്വൽ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞാണ്, മുഖ്യമന്ത്രി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു, യാതൊരു കാരണവശാലും അപവാദങ്ങളിൽ ചെന്ന് വീഴരുത്, സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ഇപ്പൊ സ്വർഗസ്ഥനാണ്. ഞാൻ അതേപ്പറ്റി പറയല്ല. പക്ഷെ ഇതെനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ അതാണ് പറഞ്ഞത്, CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അവരുടെ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ, അറിവില്ലാതെ ഇവിടെ ഒരു സംഭവം നടക്കുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ യോഗദണ്ഡിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്, ഇതിനെല്ലാം ആസ്പദമായിട്ടുള്ള ഈ വിഷയം പുറം ലോകം അറിയാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ 7-ാം തീയതി നടത്തിയ അപഹരണമാണല്ലോ. എന്തുകൊണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നില്ല? അവിടെ ഉണ്ട് സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നല്ലോ. ആ കമ്മീഷണറെ പോലും അറിയിക്കാതെ കൊണ്ടുപോയത്. CCTV ക്യാമറ ഈ CCTV ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കെങ്ങും അന്വേഷണം പോയില്ല. ജസ്റ്റിസ് KT ശങ്കരനെ അമിക്കസ് ക്യൂറിയായി കോടതി നിശ്ചയിച്ചല്ലോ. സ്റ്റോക്ക് എടുപ്പ് തീർത്ഥാടനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. നാം ആലോചിച്ച് നോക്കണം. ഇതെല്ലാം ഒരു തന്ത്രപരമായ ഒരു പുകമറ സൃഷ്ടിച്ച് ഈ തീർത്ഥാടന കാലഘട്ടത്തില് ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതം വലിച്ചു വെച്ച്, അതെല്ലാം അവരുടെ പ്ലാനിങ് ആണ്. അതുകൊണ്ടാണ് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ അവിടെ എന്തെങ്കിലും ഒരു
വിഷയം അവിടെ ഉണ്ടാക്കിയിട്ട് ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു തന്ത്രപരമായ സമീപനമാണ് CPM ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ പത്മകുമാറിനെ ഇതുവരെ അവർ സസ്പെൻഡ് ചെയ്യുകയൊന്നും ചെയ്യില്ല. കോടതി വിധി മാനിക്കുമെന്ന് പറഞ്ഞ് യുവതി പ്രവേശന സമയത്ത് ഉടൻ തന്നെ സ്ത്രീകളെ കയറ്റാനായിട്ട് കനകദുർഗയെയും ബിന്ദു അമ്മണിയെയും കെട്ടിയൊരുക്കി കൊണ്ടുപോയി അത്രത്തോളം കോടതിയോട് മതിപ്പുള്ളവര് എന്തേ ഈ നേതാവ് അയാളെ പാർട്ടിയുടെ ചുമതലയുള്ളവനാണെന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്റർക്കോ പറയാമായിരുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് നീതിപീഠത്തിന് മുമ്പിൽ കീഴടങ്ങണം, അല്ലെ SIT മുമ്പാകെ ഹാജരാവണം. ഇത് ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ ഇന്ന് വന്ന് കൊണ്ടുപോയത്. രഹസ്യ സങ്കേതത്തിൽ വെച്ച് ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ സമയത്താണ് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ ഇനി അദ്ദേഹം പറയാം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ പത്മകുമാറിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം. N. വാസു വിശ്വസ്തനാണെന്നാണ് കടകംപള്ളി പറഞ്ഞത്. അങ്ങനെയാണ് എങ്കിൽ ഇവരെ എല്ലാം നുണപരിശോധനയ്ക്ക് വിധേയം. അപ്പൊ ഇവിടെ ആത്യന്തികമായുള്ള വിഷയം മോഷണമാണ്. മോഷണമായതുകൊണ്ട് ആ തൊണ്ടി സാധനം വീണ്ടെടുക്കാൻ ആർക്കും താല്പര്യമില്ല. കോടതി പോലും ചോദിക്കുന്നില്ല അതിനെ സംബന്ധിച്ച്. ആരും അറിയാത്ത തരത്തിൽ അത് കോടതി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് പാർട്ടിയും LDF-ഉം എല്ലാം. അപ്പോഴാണ് പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലാവുന്നത്. ആ അറസ്റ്റിലായ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഒരു മൊഴി പാർട്ടിയുടെ മുൻ മന്ത്രിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ വരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ പാർട്ടി ആരെയും സംരക്ഷിക്കുന്നില്ല, അവർ കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ജനങ്ങൾ ഇത് കാണുകയല്ലേ, ജനങ്ങൾ ചോദ്യം ചെയ്യില്ലേ? കടകംപള്ളിക്കെതിരായിട്ടുള്ള പത്മകുമാറിന്റെ മൊഴിയുടെ പകർപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ മൊഴിയുടെ പകർപ്പ് കയ്യിൽ കിട്ടിയ ശേഷമേ പാർട്ടി മറുപടി പറയും. ഈ പത്മകുമാറിനെതിരെ എന്നല്ല, പത്മകുമാറിനെതിരെ വാർത്തകൾ വരുമ്പോഴും നിങ്ങൾ തന്നെ പറയുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം റിമാൻഡിലേക്ക് പോവാണ്. അല്ല, താങ്കൾക്ക് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വിശ്വാസ്യതയിൽ പോലും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് ഈ മാധ്യമത്തിൻ്റെ ഫ്ലോറിൽ വന്നു നിന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന, നിർദ്ദേശാനുസരണം നടക്കുന്ന ഈ അന്വേഷണത്തിൽ അദ്ദേഹം സംശയം രേഖപ്പെടുത്തുകയാണ്, അദ്ദേഹം അവിശ്വാസം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി തന്നെ മുൻകൈ എടുത്ത് ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവിനെ ഈ അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കണം. ഈ നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്ത ഒരു സംവിധാനം വരുമ്പോൾ സ്വാഭാവികമായും ഞാനാണ് അധികാര കേന്ദ്രമെന്ന് സ്വയം നടിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ്. കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ വിശ്വാസ്യതയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ്. ഒരു വശത്ത് അദ്ദേഹം പറയുകയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ദേവസ്വം ബോർഡ് അംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മറ്റ് അപമതിപ്പുകളിലൊന്നും തന്നെ ചെന്ന് വീഴരുത്, അപകടങ്ങളിൽ ചെന്ന് ചാടരുത് എന്ന് മുഖ്യമന്ത്രി ഉപദേശം കൊടുത്തു. മറുഭാഗത്ത് പറയുന്നു, ആ മുഖ്യമന്ത്രി അഴിമതിയുടെ നേതൃത്വമായി മാറുകയാണ്. ഇത്തരത്തിലുള്ള മ്ലാച്ചന്മാർ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾക്ക്, ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ അത്രമാത്രം ചെറുതാകുന്നില്ല. എന്ത് ജൽപ്പനമാണ് ഇവിടെ നടത്തുന്നത്? ഒരു വശത്ത് പറയുകയാണ് മുഖ്യമന്ത്രി അപകടങ്ങളിൽ ചെന്ന് ചാടരുത്, ആ പേരുദോഷം ഉണ്ടാക്കരുതെന്ന് ഒരു ദേവസ്വം ബോർഡ് മെമ്പർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ട് മുൻപായി അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കുകയാണ്. ആ ഭാഗം എടുത്താൽ അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളല്ലേ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെന്നല്ലേ നമ്മൾ ധരിക്കേണ്ടത്. മറുഭാഗത്ത് പറയുന്നു ഈ അഴിമതിയുടെ എല്ലാം കേന്ദ്രം ഈ ആളുകളാണ് എന്നുള്ള രൂപത്തിൽ. അദ്ദേഹം തന്നെ പറയുകയാണ്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേതൃത്വം നടക്കുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസ്യത പോരാ, തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇദ്ദേഹത്തെയല്ലേ ചുമതലപ്പെടുത്തേണ്ടത്? ഈ നടക്കുന്ന അന്വേഷണം വളരെ സത്യസന്ധമാണ്, അത് നേർരേഖയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുകയാണ്. വിയോജിപ്പുള്ളവർ പോലും പറയുകയാണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരട്ടെ, ആ കുറ്റപത്രം സമർപ്പിക്കട്ടെ. ആ കുറ്റപത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായി ആരൊക്കെയുണ്ടോ അവരെല്ലാം അതിനകത്ത് പുറത്തു വരട്ടെ എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അന്വേഷണത്തെ തന്നെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ വളരെ ബോധപൂർവമായി ക്രിമിനൽ കോൺസ്പിറസി നടത്തുന്ന ആളുകൾ ഇതിനകത്തുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത്. പിന്നീട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, ഇവിടെ അഴിമതിയുടെ കൂത്തരങ്ങാണ്, കാട്ടുകള്ളന്മാരാണെന്നൊക്കെ അദ്ദേഹം ചില വാചകങ്ങൾ തുന്നിച്ചേർത്ത് വെച്ച് ഇവിടെ ചില ഡയലോഗുകൾ പ്രസന്റ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ അഴിമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയാമോ?
ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പേര് എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഗൂഢലക്ഷ്യമെന്ന് എനിക്കറിയാം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും പാത്രം വാങ്ങിയതിലടക്കം ഈ ദേവസ്വം ബോർഡിൽ അഴിമതി നടത്തി കോടതി ശിക്ഷിക്കപ്പെട്ട് ഇന്നിപ്പോൾ പെൻഷൻ പോലും വാങ്ങാൻ കഴിയാതെ തെരുവോരം അലഞ്ഞ് നടക്കുകയാണ്. ഇത് നിങ്ങൾ ഇത്തരത്തിലുള്ള കള്ളപ്രചാരവേല തുടർച്ചയായി നടത്തുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാക്കപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയണം. ഇവിടെ ഒളിച്ചു വയ്ക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, ഇവിടെ ഞങ്ങൾക്ക് മറച്ചു പിടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ അന്വേഷണം നടക്കുമ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ പങ്കാളികളാകുന്ന ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറയുന്നത്. അതിന് അപവാദമായി എന്തെങ്കിലും നടന്നാൽ നിങ്ങൾക്ക് ഞങ്ങളെ ചെളിവാരി അറിയാം. ഞങ്ങളെ കുറ്റവാളികളെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കലും കുറ്റവാളികളെ തോളിൽ ചുമന്ന് ഘോഷയാത്ര നടത്തുന്ന സമീപനം പാലക്കാട് തെരുവിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലുള്ള സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ തരാൻ വേണ്ടി സാധിക്കും. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, കുറ്റപത്രത്തിൽ പേര് വന്നാൽ മതി. അതായത് ഈ അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പത്മകുമാറിനെ പുറത്താക്കും. അതുവരെ കാത്തിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് അതുവരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ മറ്റെന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടാകുമോ CPM? തീർച്ചയായിട്ടും അതാണല്ലോ. ഇത് ചെയിനാണ്. ചെയിൻ അവിടെ ബ്രേക്ക് ദ ചെയിൻ, നമുക്കത് തന്നെ പറയാം. പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ ആ ചെയിൻ ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ആവാതെ പോകുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ നേർരേഖയിലാണ് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ മറ്റേ ആൾ പറയുന്നു, ഗോവിന്ദ മാഷ് പറയുന്നു കുറ്റാരോപിതനാണെന്ന്. ഒറ്റ കാര്യം, VHP നേതാവ് ദയവ് ചെയ്ത് നിങ്ങൾ കേന്ദ്ര ഏജൻസി അങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരരുത്. പണ്ട് വന്നതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചതാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല അവരെ. ഒരു കൊല്ലം EDയുടെ സമൻസ് പൂഴ്ത്തിവെക്കാൻ ശേഷിയുള്ള ആളുകൾ അവിടെയുള്ളത്. 40 തവണ ലാവ്ലിൻ കേസ് മാറ്റിയ ആളുകളാണ് ഇവിടെയുള്ളത്. PM ശ്രീയുടെ കാലമാണ്. ദയവ് ചെയ്ത് ഹൈക്കോടതി വൃത്തിയിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട്. ദയവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനെ കുളമാക്കരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ. അല്ല, നിജേഷ് എന്താണ് പറയുന്നത്? അപ്പോൾ ED വരണ്ട എന്നാണോ? അല്ല, ED വരണ്ട എന്നല്ല, വന്നത് നമ്മൾക്കറിയാമല്ലോ. പണ്ട് വന്ന EDയെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. പണ്ട് വന്ന EDയെ, പഴയ സ്വർണ്ണക്കടത്ത് കേസിൽ വന്ന EDയെ നമ്മൾ കണ്ടിട്ടില്ല. ED അയച്ച സമൻസ് EDയും പുറത്തു വിട്ടില്ല, പിണറായിയും പുറത്തു വിട്ടില്ല. ഒറ്റ കൊല്ലം, ഇത് അടുത്ത കാലത്താണ് പുറത്തു വന്നത്. അങ്ങനെ കേന്ദ്ര PM ശ്രീയുടെ കാലമാണല്ലോ അജിംസെ. PM ശ്രീ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭ PM ശ്രീക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. പ്രയാസമുണ്ട് പറയാൻ, എങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ അവർ തമ്മിലുള്ളൊരു വല്ലാത്ത യോജിപ്പ്, അല്ലാതെ നിർമ്മല സീതാരാമൻ അങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കേന്ദ്ര ഏജൻസിയും പിണറായി വിജയൻ തമ്മിലുള്ള ആത്മബന്ധം നമ്മൾക്കറിയാം. അതുകൊണ്ടാണ് SFI ആയാലും ED ആണെങ്കിലും മറ്റൊരു സംവിധാനവും ഇവിടെ വരാത്തത്. അതുകൊണ്ട് ഹൈക്കോടതി അന്വേഷണം മുന്നോട്ട് പോകട്ടെ. നമുക്ക് അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. അതിനിടയ്ക്ക് കയറി ഇതിനെ തടസ്സപ്പെടുത്തരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പത്മകുമാറിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയും എന്ന് നിജേഷ് അരവിന്ദ് കരുതുന്നുണ്ടോ? അല്ല, ഹൈക്കോടതി ഇതുവരെ വിചാരിച്ചത് എവിടെ വരെ എത്തുമെന്ന് ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. പോറ്റിയുടെ അറസ്റ്റ് കഴിഞ്ഞ് മുരാരി ബാബുവിലെത്തിയപ്പോൾ വാസുവിലേക്ക് എത്തുമോ എത്തില്ലയോ എന്ന സംശയം ഉണ്ടായിരുന്നു. വാസുവിലെത്തി, ദേവസ്വം ബോർഡിനെ പ്രതിയാക്കി, 8ാം പ്രതിയാക്കി. അതിനുശേഷം പത്മകുമാർ ഒളിച്ചു കളിച്ച പത്മകുമാറിനെ കൊണ്ടുവന്നു. ഇനി സ്വാഭാവികമായിട്ടും ഡിസംബർ 3 ഹൈക്കോടതിയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രതീക്ഷയുണ്ട് കോടതിക്കകത്ത് ഇനിയും മുന്നോട്ട് പോകുമെന്ന്. നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, എന്തായാലും പത്മകുമാറിൽ തീരുമോ ഈ അന്വേഷണം എന്നുള്ളതിന് ഉത്തരം വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ നാളെ രാവിലെ തന്നെ നമുക്ക് മനസ്സിലായേക്കും. വളരെ നന്ദി ശ്രീ സുരേഷ് കുമാർ, ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ രാജശേഖരൻ, ഇത്രയും സംസാരിച്ചതിന്